സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് അൽ-കഹ്ഫ്. അൽ-കഹ്ഫിൻ്റെ ആദ്യ വചനങ്ങളുടെ അർത്ഥം ഒരാളൊന്ന് നോക്കുകയാണെങ്കിൽ, ഒരു കാരണവശാലും അവൻ ക്രിസ്മസ് എന്നൊരു ഏർപ്പാടിൽ പോയി ചേരില്ല. അതിൻ്റെ ഭക്ഷണം കഴിക്കില്ല, അതിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കില്ല, അതിൻ്റെ വസ്തുക്കൾ വിൽക്കുകയോ വാങ്ങുകയോ ഇല്ല. അത്രയ്ക്ക് ഗുരുതരമാണ് ഇതിൻ്റെ വചനങ്ങളുടെ അർത്ഥം. അതുമാത്രമല്ല, ഒരു കാര്യം കൂടിയുണ്ട്. ചൊവ്വായ നിലയിൽ തൻ്റെ പക്കൽ നിന്നുള്ള കഠിനമായ ശിക്ഷയെപ്പറ്റി താക്കീത് നൽകുവാനാണ് ഈ ഖുർആൻ ഇറങ്ങിയത്. സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക്, അള്ളാഹു വിശ്വസിച്ച് സൽക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉത്തമമായ പ്രതിഫലമുണ്ട്, അഥവാ സ്വർഗമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുവാനും വേണ്ടിയത്രേ ഈ ഖുർആൻ ഇറങ്ങിയത്. മാകിസീന ഫീഹി അബദ, ആ പ്രതിഫലം സ്വർഗം അനുഭവിച്ചു കൊണ്ട് അവർ എന്നെന്നും കഴിഞ്ഞുകൂടുന്നതായിരിക്കും. പിന്നെ പറയുന്ന വചനങ്ങൾ നോക്കുക. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയാകുന്നു. നിങ്ങൾ പരലോകത്ത് ശാശ്വതമായ നരകത്തിൽ പ്രവേശിക്കുവരും. നിങ്ങൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കിയും, ഈ വാദം ഒഴിവാക്കിയും, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, നമ്മൾ സൃഷ്ടികൾക്കാണ് മകനും മകളും അച്ഛനും അമ്മയും എല്ലാം. അള്ളാഹു എന്നൊന്നും ഉൾക്കൊൽ അള്ളാഹു അഹദ് അള്ളാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്, അവനൊരു മറ്റൊരു പിതാവിൽ നിന്ന് ജനിച്ചുണ്ടായവനുമല്ല, അവനൊട്ട് മക്കളുമില്ല. ഇതെല്ലാം മനുഷ്യർക്കും മറ്റുള്ളതുമാണ്. അവർക്ക് മുന്നറിയിപ്പ് നൽകുവാനും വേണ്ടിയാണ് ഈ ഖുർആൻ ഇറങ്ങിയത്. മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം, അവർക്കാകട്ടെ അവരുടെ പിതാക്കൾക്കാകട്ടെ അതിനെപ്പറ്റി, ഈ പറയുന്ന കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. യഖൂലൂന കബുറത് ഖലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന ആ വാക്ക്, ദൈവത്തിൻ്റെ മകൻ എന്ന വാക്ക് ഗുരുതരമായിരിക്കുന്നു. ഇത് അള്ളാഹു ആണ് പറയുന്നത്, ഗുരുതരമായിരിക്കുന്നു. യഖൂലൂന ഇല്ലാ കദിബ, അവർ കള്ളമല്ലാതെ പറയുന്നില്ല. അതുകൊണ്ട് ഈ വചനങ്ങൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും കൂടി വേണം. നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയൂ സഹോദരന്മാരെ. യേശുക്രിസ്തു മഹാനായ പ്രവാചകനാണ്. ആ പ്രവാചകൻ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മകനല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല. പിന്തിരിയൂ, പശ്ചാത്തപിച്ചു മടങ്ങൂ.